പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം. പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം. പാടിപ്പതിഞ്ഞ ഗാനം എൻ പ്രാണനുരുകും ഗാനം. ഗാനം പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം. പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം. പാടിക്കൊണ്ടിരിക്കുന്നു തങ്കം. അവനവന്റെ കാര്യം അങ്ങോട്ട് സന്തോഷമായാൽ മതി അല്ലേ? പാടാൻ നമുക്ക് പാടാൻ പറ്റണ പണി ചെയ്താ പോരെ ക്ലീറ്റോ. അതിനകത്ത് ഒരു പാട്ട് ഒരു പൈസ എവിടെ? ഞാൻ പോയിട്ട് വരുമ്പോ കേബിളിന്റെ പൈസ എടുത്തു വെക്കണം എന്ന് പറഞ്ഞില്ലേ? എവിടെന്ന്? അതെ, നമുക്ക് അടുത്ത മാസം കേബിള്. അടുത്ത മാസം കേബിള് വേണ്ട, ഈ മാസം വേണം. മര്യാദക്ക് പൈസ എടുത്തു, അല്ലെങ്കിൽ പോ. എവിടെ നിന്ന് പൈസ മേടിച്ചിട്ടോ? ഞാൻ നിന്റെ ഭർത്താവാണെന്നുള്ള കാര്യം നീ മറക്കണ്ട. 300 രൂപയ്ക്ക് വേണ്ടി എന്റെ തലേക്കാരനൊന്നും ഇവിടെ ആരും ആയിട്ടില്ല. എന്നെ പോലെ ഒരു പ്രമുഖന്റെ അടുത്ത് അവളുടെ നിന്ന് തർക്കിക്കാതെ പൈസ എടുക്കുക ക്ലീറ്റോ. നീ കൂടുതൽ സംസാരിക്കണ്ട. 300 ഗുണം എന്നാൽ നമ്മൾ തമ്മിലുള്ള എല്ലാ ഇടപാടും തീരുമല്ലോ. ഓ, ഇനി മേലാൽ ഇമാതിരിയുള്ള ഞഞ്ഞ തുക്കട പൈസയ്ക്ക് വേണ്ടിയുള്ള സംസാരം ഈ വീട്ടിൽ കേൾക്കരുത്. പിടിക്ക് നിന്റെ 300 രൂപ. വേണ്ട നീ പുഴുകി തിന്നടി. ദൈവമേ, ഞാൻ ചാകാറായതാണോ? പൈസ ഒക്കെ തന്നു മതി. കൂടുതൽ ഇനി സംസാരം വേണ്ട. കൊണ്ട് നിന്റെ കേബിളോ നിയമനമാണോ കൊണ്ട് ഇതിന്റെ പുറകെ ഇനി ആരെങ്കിലും വരും. ഇത് എവിടെ നിന്ന് പൈസ കിട്ടി നിങ്ങക്ക്? അതെ, അപ്പം തിന്നാ മതി. പിന്നെ കടലക്കറി എവിടെ നിന്നൊന്നും അന്വേഷിക്കണ്ട കേട്ടോ. ഞാൻ അന്വേഷിക്കും. അന്വേഷിക്കും. നീ പോയാ തങ്കം. ഒരു പാട്ട് പാടിക്കൊണ്ട് ഒരു രീതിയിലാണ്. കൊണ്ടുവന്ന് അടച്ചേക്ക്. എന്തിനാ അതങ്ങോട്ട് കൊണ്ട് അടച്ചാൽ മതി. ഇപ്പൊ ഇത് തങ്കം ഇത് അടച്ചിട്ട് വാങ്ങിട്ടോ. TV കാണാൻ പറ്റണില്ല. അതിന് വേണമെങ്കിൽ നീ അവനെ വിളിച്ചു പറഞ്ഞാൽ അമ്മ ഇവിടെ ഒന്ന് മേടിച്ചോളൂ. നമ്പർ ഉണ്ടല്ലോ അവരുടെ കേബിളിന്റെ, അത് വിളിച്ചു പറയും. ഇവിടെ വെക്കുന്നത് ഞാൻ ഇന്നലെ ഇരിക്കുന്നത് ഞാൻ കണ്ടതാണ് സന്ധ്യ സമയത്ത്. ഇഷ്ടമുള്ള സാധനത്തിന് അവിടെ പുറത്തു കൊടുന്ന് വെച്ച്. എടാ ജമന്തിയുടെ ദേഹം മൊത്തം വിയർപ്പ് വെക്കാ. അവള് പറഞ്ഞ അമ്മയെ ഇത്തിരി മഴവെള്ളം പിടിക്കാൻ ആ കുട്ടം ഇവിടെ തരുമെന്ന് വെച്ച് ഞാൻ കൊടുത്ത് മഴവെള്ളം നിറഞ്ഞിരുന്ന കുട്ടമാണ്. അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. പെണ്ണുങ്ങൾ അവിടെ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ടുണ്ടാവും. അവിടെ എങ്ങും വെച്ചിട്ടില്ല. ഞാൻ അവിടെയൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. എനിക്ക് എന്റെ കുട്ടം ഇന്ന് കിട്ടണം. ആ കുട്ടകം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുന്നു. വഴിയിൽ വെച്ച ഏതെങ്കിലും കുട്ടകം കണ്ട അതെങ്ങനെ ഇങ്ങനെ കുട്ടകാവണ്? എടാ ആ ഒരു ഓട്ടോ പോയപ്പോ ഓട്ടോയുടെ മേലോട്ട് നോക്കിയപ്പോഴത്തേക്ക് കുട്ടം ഇരിക്കുന്നു. അതിൽ 6 എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ 8 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ വയസ്സുകാലത്ത് ഓരോന്ന് പറഞ്ഞു നടക്കുമ്പോ പിന്നാലെ നടക്കലേക്ക് എന്റെ കുട്ടം കണ്ടാ അവിടെ ഇതെവിടേത്? ഞങ്ങൾ ഇവിടെ വരുമ്പോ ഓട്ടോറിക്ഷയുടെ മുകളിൽ ഒരു കുട്ടകത്ത് പോലത്തെ പോണു. അപ്പൊ തുടങ്ങിയത് അതെന്റെ അച്ഛൻ തന്ന കുട്ടകാണ്, അതാ കൊണ്ടുപോണു. ഇവിടത്തെ എവിടെയെന്ന് പറഞ്ഞിട്ടൊരു ബഹളം. ആ ഏതോ ആക്രിക്കാർ കൊണ്ടുപോകേണ്ടതാ. അത് അമ്മയുടെ കുട്ടകം നമുക്ക് എങ്ങനെ അറിയാം? ഇവിടെ ഇരിപ്പുണ്ടായല്ലോ. ഞാൻ ഇവിടുന്ന് പോണവരെ ഇവിടെ ഇരിപ്പുണ്ടായിട്ട് ഞാനിപ്പോ പുറത്തു പോയി വന്നുള്ളൂ. അപ്പൊ ഞാൻ ആരെങ്കിലും അടിച്ചോണ്ട് പോയാ? അയ്യോ, ഞാൻ ക്ലീറ്റോനെ അടിച്ചോണ്ട്. ക്ലീറ്റോ എന്തോ ഇങ്ങോട്ട് വന്നേ. ക്ലീറ്റോ ഇങ്ങോട്ട് ക്ലീറ്റോ ഇവിടെ ഇരുന്നേച്ചേ. കുട്ടകം കണ്ടാ? എന്ത് കുട്ടകയില്ല കുട്ടകം. നമ്മുടെ പുട്ടുകുടം പുട്ടുണ്ടാക്കണം. ഉണക്കൊന്നും അറിയില്ല. എടാ ഈ വട്ടച്ചെമ്പില്ലേ, ചെമ്പിന്റെ കാതൊക്കെ ഉള്ളത് കുട്ടകം. നമ്മുടെ ഈ വെള്ളമൊക്കെ പിടിച്ചു വെക്കണം ഒരു പാത്രം. അത് ചേച്ചിക്ക് കല്യാണം കഴിഞ്ഞ് വരുമ്പോ അച്ഛൻ കൊടുത്തയച്ചതാ. അതെ, അത് പിന്നെ ഞാൻ കുറച്ച് മുന്നേ ഇവിടെ ഇരുന്നപ്പോൾ ഒരു ആക്രിക്കാരൻ വന്ന് എന്നോട് ചോദിച്ചു, സാറേ ആ പാത്രം ഇവിടെ ആവശ്യമുള്ളതാണോ അതോ വെറുതെ ഇരിക്കണാണോ എന്ന് ചോദിച്ചു. ഇല്ലെങ്കിൽ എനിക്ക് തരുമെന്ന് ചോദിച്ചു. ഞാൻ പറയുന്നത് ഇവിടെ പോയല്ലോ, നീ എടുത്തോന്ന് പറഞ്ഞു. എന്ത് പണിയാടാ ഈ കാണിച്ച്? വിഷമിക്കണ്ട. അത് എങ്ങനെയല്ലേ കൊണ്ടുവരും? വെറുതെ പ്രഷർ കൂട്ടല്ലേ ചേച്ചി? നീ എങ്ങനെയെങ്കിലും കൊണ്ടു കൊടുക്കടാ ചേച്ചി. ആക്രിക്കാരൻ എന്ത് ചെയ്തെന്ന്? ആക്രിക്കാരൻ എന്നോട് ചോദിച്ചത് ഉപയോഗമില്ലാത്ത സാധനമാണോ. അപ്പൊ പഴയതല്ലേ, ഞാൻ പിന്നെ അങ്ങനെ കൊടുക്കും. ഇതോ
ഇതമ്മ എടുത്തിട്ട് പറഞ്ഞ് സാർ ഇത് വെച്ചോ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. വിറ്റതല്ല. അങ്ങനെ പറയാം. എടുത്തിട്ടോ എവിടെ വെച്ചാ? ഞാൻ ഇവിടെ പോയി എനിക്കറിയില്ല, എന്നോട് ചോദിച്ചിട്ടല്ലോ ഇത്. അല്ലാതെ വന്ന നിങ്ങൾക്ക് പൈസ ഇല്ലാണ്ടായ വീട്ടിൽ കിടക്കുന്ന കട്ടിലും മേശയൊക്കെ എടുത്ത് വെക്കുമോ അങ്ങനെയാണെങ്കിൽ? അത് ആക്രിക്കാരൻ തമിഴനാ എവിടെ ദൈവമേ, എന്തൊരു നാണക്കേട്. തമിഴിനെ എടുത്ത് വീട്ടിലെ സാധനങ്ങൾ എടുത്ത് വിറ്റെന്ന് 300 രൂപയ്ക്ക് വേണ്ടി. ഇവിടെ വെറുതെ ഉപയോഗമില്ലായിരുന്നു. എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ കളിക്കണ കളിയാണോ നിങ്ങൾ കാണിക്കുന്നത്? ഞാൻ എവിടെ എവിടെ പോകുന്ന കണിയാനെ വിളിച്ച് നോക്കിക്കേ. എല്ലാവരും ഉണ്ടല്ലോ. വരാം. എന്താണ് എൻ്റെ അമ്മാവ? അങ്ങനെ ചോദിക്കേ. എന്താണ് വിഷയം? നമ്മുടെ മുത്തശ്ശനെ കൊണ്ടുവന്ന് കളഞ്ഞടാ. മുത്തശ്ശനെ കളഞ്ഞു? അതെ, എന്തെങ്കിലും ഇങ്ങനെ കളിയാക്കണേ? കളിയാക്കൊന്നും വേണ്ട. അച്ഛൻ അത്ര ഇഷ്ടമായിരുന്നു അമ്മേനെ. അതുകൊണ്ടാ കല്യാണം കഴിഞ്ഞ് വരുമ്പോ ഒറിജിനൽ ചെമ്പിന്റെ കുട്ടകം വേണമെന്നും പറഞ്ഞു മധുര പോയി മേടിച്ചു കൊടുത്താ. വിഷമം ഉണ്ടാവും. എന്റെ അമ്മാമ അത് ഒന്നിനും കൊള്ളാത്തൊരു സാധനം മൂലയിലും കണ്ട് കിടന്നിരുന്നതാണ്. അത് കണ്ടല്ലേ അങ്ങനെ അവിടെ വെറുതെ അവിടെ ഇട്ടിരുന്ന സാധനമല്ലേ. മാത്രമല്ല ഇടയ്ക്ക് ടി വിയിൽ കാണിക്കുന്നുണ്ടായിരുന്നു ഈ ഇടിയും മിന്നൽ സമയത്ത് ഇങ്ങനെയുള്ള സാധനങ്ങൾ പുറത്തിടരുത്, അതിലേക്ക് പെട്ടെന്ന് ഇത് പിടിക്കുമെന്ന്. അപ്പൊ ഞാൻ പിന്നെ അങ്ങനെ ഉള്ളതുകൊണ്ട് കൊച്ചുമൊക്കെ ഉള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് കൊടുത്തു. അല്ലാണ്ട് കാശിന്റെ ആവശ്യം വന്നപ്പോഴല്ല. അത് അയാൾ അത് എടുത്തപ്പോ ഒരു 300 രൂപ എനിക്ക് തന്നു. 300 രൂപയോ? എടാ, അന്നത്തെ കാലത്ത് അതിന് 500 രൂപ ഉണ്ട്. അന്നത്തെ കാലത്തുള്ള 500 രൂപയുടെ സാധനത്തിന് ഇപ്പൊ 300 രൂപ കിട്ടിയ ലാഭമല്ലേ അമ്മാവ? എടാ, അന്നത്തെ 500 എന്ന് പറഞ്ഞ ഇന്നൊരു 5000ന്റെ മതിപ്പുണ്ടാവും. നീ ആവശ്യമില്ലാത്ത സാധനങ്ങൾ നിങ്ങൾ എടുത്തു വിൽക്കാൻ നിൽക്കണം എന്തിനാണ്? അങ്ങനെയാണെങ്കിൽ നിനക്ക് അമ്മയോട് ചോദിച്ചൂടെ? അത് ചോദിക്കാന്ന് പറഞ്ഞാൽ ഞാൻ അളിയാ അത് കുറെ നാളായിട്ട് വെറുതെ അവിടെ ഇരിക്കില്ലേ, അപ്പൊ ഉപയോഗം ഇല്ലാതെ ഇരുന്നുണ്ട് ഞാൻ അതിനെടുത്ത് കൊടുക്കും. അത്ര ഉപയോഗമില്ലാത്ത സാധനങ്ങൾ മുഴുവൻ എടുത്ത് കൊടുക്കണം എന്തിന്? അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ എടുത്ത് കൊടുക്കല്ലോ. അതെ, ആരെടുക്കാനാ ഇനി ഇതിനൊക്കെ? ലീറ്റോ ചേട്ടാ, ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ എന്നോടൊന്ന് ചോദിക്കായിരുന്നില്ലേ? രാവിലെ നിന്റെ കെട്ടിയവനോട് ഞാനൊരു 300 രൂപ ചോദിച്ചിട്ട് തന്നില്ലല്ലോ. പൈസ അല്ല, അത് കൊടുക്കണമെങ്കില് അതിപ്പോ അത് ചോദിക്കാൻ ഈ വീട്ടിൽ ആരും ഇല്ലായിരുന്നു. പിന്നെ ആരും ഇല്ലായിരുന്നു. ആക്രിക്കാരൻ കൊടുക്കാനാണെങ്കിൽ ആ മൂലയ്ക്ക് എന്തോ ഒരു സാധനം കിടപ്പുണ്ട്. അത് നടക്കൂല. അതാകുമ്പോ എന്റെ ക്ലീറ്റോന് മേലനം കണ്ടേ ആ സാധനമൊക്കെ അവിടെ നിന്ന് പൊടി തട്ടി എടുക്കണം, ഇവിടെ കൊണ്ടുവന്ന് ഇടണം. അയ്യോ വലിയ പാട. ഇതാകുമ്പോ ഒന്നും അറിയണ്ടല്ലോ, അങ്ങ് എടുത്ത് കൊടുത്താൽ മതി. സമാധാനം ആയില്ലോ. പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അത് തന്നെ എടുത്തു കൊടുത്തു. ഏട്ടാ, അമ്മ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല, ഒന്ന് പോയി നോക്കിയേ. അതെ, ഇനി ഒരു കാര്യമുള്ളൂ, വേറൊരു സാധനം അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്തോ. അതാ നല്ലത്. എടാ, അതൊന്നും നടക്കില്ല. ഇതന്നെ വേണമെന്ന്. എന്റെ മോനെ 300 രൂപയ്ക്ക് വേണ്ടി ചെയ്ത പണിയത് ആര് മേടിച്ചു കൊടുക്കാൻ? ഞാനോ? ഞാൻ ചാകണം. ഇനി ഒരു അത്രയും പൈസ ഞാൻ ഉണ്ടാക്കണോ? ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചു. ഞാൻ അമ്മയ്ക്ക് ഒരു വലിയ ബക്കറ്റ് മേടിച്ചു കൊടുക്കാം. അതാണ് പറയണത്. വേറെ എന്തെങ്കിലും സാധനം ഒരു കുട്ടകം വാങ്ങി കൊടുത്താൽ പോരെ? ബക്കറ്റ് കൂടെ അമ്മ സമാധാനം ഒന്നും നിനക്ക് തോന്നണ്ടോ? എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും വരട്ടെ ക്ലീറ്റോ, ഞാൻ കാണിച്ചു തരാം. ഞാൻ തമാശയല്ല, ഒന്ന് പോയി ചെന്ന് കാണാം അമ്മയുടെ അവസ്ഥ. നിങ്ങൾ എന്നെ എന്ത് ചെയ്താ മതിന്ന് ഞാൻ ആലോചിക്കണേ. എന്തെങ്കിലും കഴിക്കാൻ പറയട്ടാ. എവിടെ തൊട്ടാലും നശിപ്പിക്കും. കഴിക്കും. ചേച്ചിയാള് തൊടിലെ ഭക്ഷണം നോക്കിക്കോ. എവിടെന്ന് വെച്ചാൽ അത് കൊണ്ടുവന്നു കൊടുത്തു. അതാ നടക്കാനല്ലേ. എന്തിനമ്മ എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുന്ന? ഞാൻ അത്രയ്ക്ക് വലിയ അല്ല. എന്താണ് എന്താണമ്മാ? എനിക്ക് എന്റെ കുട്ടുവം കിട്ടണം. എന്താണ്? എന്റെ കുട്ടുവം എനിക്കിപ്പോ വേണമെന്ന്. അത് പഴയതല്ലമ്മ. പഴയ സാധനമോ? എനിക്കത് പുതിയതാണ്. പഴയതൊക്കെ എടുത്തങ്ങനെ നശിപ്പിക്കുവോ? എന്റെ അമ്മ അത് അവൻ ആവശ്യമില്ലാതൊരു സാധനം അവിടെ കിടക്കുന്ന കണ്ടപ്പോ അങ്ങ് എടുത്ത് കൊടുത്തു കാണും, അത്രേ ഉള്ളൂ. ആഹാ, അങ്ങനെ പുറത്ത് കിടക്കുന്ന സാധനം എടുത്ത് വിൽക്കാൻ കൊള്ളത്തില്ലല്ലേ. പിന്നെ അവൻ ചെയ്യുന്നതൊക്കെ ഒരു പെണ്ണിനെ കരുതി ഞാൻ സഹിച്ച് അങ്ങ് കളഞ്ഞു. ഇപ്പം എന്റെ കുട്ടുവത്തിൽ കയറി കളിക്കുന്ന. വേണ്ട, എനിക്ക് എന്റെ കുട്ടുവം കിട്ടണം. മര്യാദയ്ക്ക് എന്റെ കുട്ടുവം വാങ്ങിച്ചു തരാൻ പറഞ്ഞേക്കണം. ആ കുട്ടുവം തന്നെ എനിക്ക് വേണം. എന്റെ അച്ഛനെ മറുപടി കാണാൻ വന്നപ്പോൾ നിറച്ച് പലഹാരോട്ട് കൊണ്ടുവന്നതാണ്. നിനക്കറിയാമോ? ഞാൻ അങ്ങനെ സൂക്ഷിച്ച ഇവിടെ വെച്ചിരുന്നത്. നിങ്ങൾ അത് ഇത്ര പ്രിയപ്പെട്ട സാധനമാണെങ്കിൽ പിന്നെ അവിടെ ഇവിടെ ഇട്ട് തട്ടി കളിക്കാൻ നിൽക്കുന്നതിന് കൊണ്ടുവന്നിട്ട് ഒരു ഭാഗത്ത് വൃത്തിയായിട്ട് സൂക്ഷിക്കണ്ടേ? എടാ, ഒരു ഭാഗത്ത് സൂക്ഷിച്ച് വെക്കാനേ. ഇത് എന്റെ സാധനമാണ്, എന്റെ വീടാണ്, എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വെക്കും. അത് ആർക്കും എടുത്ത് വെക്കാനുള്ള സാധനമല്ല, മനസ്സിലായോ? ഇനി എന്തിനാ ഇത് പുറത്ത് കൊണ്ടിട്ടിരുന്നത്? എന്റെ ഇഷ്ടം പറഞ്ഞാൽ മനസ്സിലായില്ലേ നിനക്ക്? ആഹാ, എന്തൊരു സാധനം കണ്ടെടുത്ത് വിൽക്കും പോലും. അത് നല്ല നടപടിയല്ലല്ലോ. ഓ ദൈവമേ, ദൈവം എത്ര വലിയവനാണ്. ഞാൻ അങ്ങോട്ട് നടന്നു വരുമ്പോഴത്തേക്ക് ഓട്ടോറിക്ഷയുടെ മുകളിൽ ഇരിക്കുന്നു എന്റെ കുട്ടുവം. പെട്ടെന്ന് എന്നെ രത്നമ്മേന്ന് വിളിക്കുന്നത് പോലെ എനിക്ക് തോന്നി. എന്റെ അച്ഛൻ വിളിക്കുന്നത് ഞാൻ ഞെട്ടി നോക്കിയപ്പോഴാണ് അത് കാണുന്നത്.
എടാ അത്ര പരിപാവനാണെന്ന് നീ ഒന്ന് നോക്ക്. കരയണത് എന്തിനാണ്? എനിക്ക് സങ്കടം വന്നിട്ട്. എന്റെ അമ്മ ഇതൊരു കുട്ടകല്ലേ? ആ കുട്ടുവൻ തന്നെ. എന്റെ അമ്മ അത് പഴയതല്ലേ, അതൊക്കെ പോട്ടെ. അമ്മയ്ക്ക് ഞാൻ നല്ല പുതിയൊരു കൊട്ടകം വലുത് വാങ്ങിച്ചു തരാം കേട്ടാ. എടാ ഞാനങ്ങ് ചത്തുപോയാ എനിക്ക് വരെ നീ വേറെ അമ്മയെ വാങ്ങിക്കോ? പറയടാ. അതൊന്നുമില്ല. എന്നാ പിന്നെ എനിക്ക് എന്റെ കുട്ടുവൻ കിട്ടണം. ഇനി വേറെ മറുപടി ഒന്നും ഇല്ല. കുട്ടുക അമ്മ ഇത് ഞാൻ എവിടെ പോയിട്ട് അന്വേഷിക്കാനാണ്? അത് ആക്രിക്കാർക്ക് കൊടുത്താണെന്ന് അവൻ. ആക്രിക്കാർക്ക് കൊടുക്കാനാണ് ഞാൻ പറഞ്ഞില്ല. അവന്റെ അടുത്ത് പറയാൻ പോയി വാങ്ങിച്ചോണ്ട് തരാൻ. എന്നാ പിന്നെ അമ്മയ്ക്കങ്ങ് പറഞ്ഞൂടെ? അവൻ വരട്ടെ, അവൻ വരുമ്പോ ഞാൻ പറഞ്ഞോളാം. അല്ലാണ്ട് നിങ്ങൾ എല്ലാവരും കൂടെ വാശി പിടിച്ചിട്ട് വെറുതെ എന്റെ നെഞ്ചത്ത് കയറാൻ നിൽക്കുന്നതിനാണ്. നെഞ്ചത്ത് ഞാൻ കയറുന്നില്ല. എനിക്ക് എന്റെ കുട്ടുവൻ കിട്ടണം, ഇത്രേ ഉള്ളു കാര്യം. അത് കിട്ടാതെ ഞാൻ ഇവിടെ നിന്ന് ചലിക്കത്തില്ല. ഈ വീടിനകത്ത് വന്ന് കയറി കഴിഞ്ഞാൽ ആകെ പ്രശ്നങ്ങളാണ്. എടാ നീ പ്രശ്നം ഉണ്ടാക്കണ്ട, നീ പോ, ഞാൻ സഹിച്ചോളാടാ. ഒരു സമാധാനം ഇല്ലാതെ പോയിട്ട് ഭക്ഷണം വല്ല കഴിയും. എനിക്ക് വേണ്ട. ആ കുട്ടുവൻ കിട്ടാതെ ഞാൻ ഇനി ഇവിടെ നിന്ന് ദാഹിച്ച പച്ചവെള്ളം കുടിക്കത്തില്ല. തീർന്നല്ലോ. ഇനി ഭക്ഷണം കഴിക്കാതിരുന്ന എന്തെങ്കിലും അസുഖങ്ങൾ വരുമെന്ന്. ഞാനൊക്കെ ചാവട്ടെ, ഞാനൊക്കെ ചത്തോട്ടെ അസുഖം വന്ന്. ഇത് ഭയങ്കര കഷ്ടം തന്നെ ഉണ്ടോ? കഷ്ടപ്പെടേണ്ട ആരും. എന്റെ അച്ഛനാണ് അത്. ഏത്? ആ കുട്ടുവൻ. ഇനി ഞാൻ ഈ കൂട്ടുക എവിടെ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കാനെന്ന് എനിക്കറിയാൻ വയ്യ.